സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി വർഷങ്ങൾ കഴിയുമ്പോഴും സംസ്ഥാനത്തെ ആദിവാസികൾ പദ്ധതിക്ക് പുറത്താണ്. ഇടമലക്കുടി ഒഴികെ മറ്റ് പല ആദിവാസി മേഖലകളിലും ഇത് സംബന്ധിച്ച ഒരു വിവരവും ആദിവാസികളിൽ എത്തിയിട്ടില്ല. ആരും ആരോഗ്യ ഇൻഷുറൻസിന് അപേക്ഷ കൊടുത്തിട്ടില്ലേ? ആരും വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തില്ല. ആദിവാസികൾക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ സൗജന്യമാണ്. എന്നാൽ റേഷൻ കാർഡിൽ പേരുള്ളവർക്കേ ഈ സഹായം പൂർണ്ണമായി ലഭിക്കൂ. ആദിവാസികളിൽ റേഷൻ കാർഡ് ഇല്ലാത്തവർ ഇപ്പോഴും വളരെയധികമാണ്. ഒന്നുമില്ല, ഞങ്ങൾക്ക് 2 ഉറുപ്പ്യൻ്റെ 3 ഉറുപ്പ്യൻ്റെ അരിയൊന്നും എനിക്ക് കാർഡ് ഉണ്ടെങ്കിലേ അല്ലേ അത് കിട്ടൂ. എനിക്കൊരു പെൻഷൻ വരെ ഞാൻ എഴുതി കൊടുത്ത് മടുത്ത്. ഇനി പെൻഷനും വേണ്ട, കാർഡും വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റേഷൻ കാർഡുള്ള വീടുകളിലാവട്ടെ എല്ലാ അംഗങ്ങളുടെയും പേര് ചേർത്തിട്ടില്ലെന്നതാണ് സ്ഥിതി. ആരോഗ്യ ഇൻഷുറൻസ് അതില്ല. റേഷൻ കാർഡിൽ ഭർത്താവിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. റേഷൻ കെട്ടിയേണ്ടതും മൂത്തമ്മൻ്റെതും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും 3 മക്കളതും ഇല്ല. അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേഷൻ കാർഡിൽ ഇന്നവന് ഇങ്ങനെ അപേക്ഷയൊക്കെ കൊടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ചേർത്താൻ പറ്റുകയല്ല. സംസ്ഥാന സർക്കാരിന്റെ ചികിത്സാ സഹായവും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ സഹായവും ഫലത്തിൽ ആദിവാസികൾക്ക് അന്യമാവുന്നു. ശുദ്ധമായ കുടിവെള്ളവും സുരക്ഷിതമായ വീടും ഒന്നുമില്ലാത്ത ആദിവാസികൾക്കിടയിൽ പലതരത്തിലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും പ്രശ്നം പരിഹരിക്കാൻ ആരും ഇടപെടുന്നില്ല. ക്യാമറാമാൻ ബിജീഷിനൊപ്പം ശാലിനിദാസ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.